കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിൽ തീപിടുത്തം പുലർച്ചെ 5 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. സെന്റ് പാട്രിക് ചർച്ചിന്റെ സ്റ്റോർ റൂമിൽ നിന്ന് തീ പടരുകയായിരുന്നു. കെട്ടിടത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും കത്തി. സമീപത്തുണ്ടായിരുന്ന മാരുതി കാറും കത്തി നശിച്ചു. ബീച്ച് ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ്. വലിയ ഒരു നാശനഷ്ടം കൂടി ആ തീപിടുത്തത്തെ തുടർന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. കോഴിക്കോട് പുഷ്പ ജംഗ്ഷന് സമീപമാണ് ഈ തീപിടുത്തം ഉണ്ടായത്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. എന്താണ് ഉണ്ടായത്? പുലർച്ചെ 5 മണിയോടുകൂടിയാണ് പുഷ്പ ജംഗ്ഷനിൽ തീപിടുത്തം ഉണ്ടായത്. അവിടെയുള്ള സെന്റ് പാട്രിക് ചർച്ചിന്റെ സ്റ്റോർ റൂമിൽ നിന്നാണ് തീ പടർന്നു പിടിച്ചത്. അതിന്റെ മേൽക്കൂര പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അത് സമീപത്തേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്തു. സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന ഒരു മാരുതി കാറും ഈ അഗ്നിക്ക് ഇരയായിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ അവിടെയുള്ള പ്രദേശവാസികളും അതുപോലെ തന്നെ ചർച്ചിന്റെ അധികാരികളും ഫയർഫോഴ്സിനെ അറിയിച്ചു. പിന്നീട് ഫയർഫോഴ്സ് എത്തിക്കൊണ്ടാണ് അത് തീ അണച്ചത്. പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്നും അതുപോലെ മീൻചന്ത ഫയർ സ്റ്റേഷനിലുള്ള യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. എന്താണ് ഇത്തരം ഒരു തീപിടുത്തത്തിന് കാരണം എന്ന് വ്യക്തമല്ല. അതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ കാറ് പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്റ്റോർ റൂമിനകത്ത് ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം തന്നെ അതും കത്തി നശിച്ചിട്ടുണ്ട്. ഇതിന്റെ കാരണം കണ്ടെത്താൻ ഫയർഫോഴ്സിന്റെ അന്വേഷണം തുടരുകയാണ്.